മണ്ഡലം 12-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മകളുടെയും ഭാര്യയുടെയും കൺമുന്നിൽ വെച്ച് അവരെ ക്രൂരമായി പൈശാചികമായി കൊല ചെയ്യുന്ന, ഇന്നുവരെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഭീതിതമായ ഒരു മുഖമാണ് കാശ്മീരിൽ നമ്മൾ കണ്ടത്. ശത്രുക്കളുടെ അക്രമത്തിൽ, ഭീകരവാദികളുടെ അക്രമത്തിൽ പിടഞ്ഞു വീണ് മരിച്ച സംഭവം ഇപ്പോഴും ഒരു ഞെട്ടലോടെയാണ് നമ്മളെല്ലാം അത് കേൾക്കുന്നതും ഓർക്കുന്നതും. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ വന്ന വാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ്, ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. കുട്ടാവിൽ നടന്ന സംഗമത്തിൽ വാർഡ് പ്രസിഡന്റ് MV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളയാവൂർ മുഖ്യഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹസിൻ ഖാദിയോട് ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലി. അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. NR മായൻ, KK ഷഫീഖ്, CV ഫൈസൽ, KV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു.
സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട ചെമ്പിലേരി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇടത്തുംതറ EMS സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. വായനയിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും വിപ്ലവം തീർക്കാമെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ടി നാരായണന്റെയും PV രാജന്റെയും നേതൃത്വത്തിൽ 1994 ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. നമ്മൾ ഇതിന് തുടക്കം എന്ന് പറഞ്ഞാൽ ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരിച്ചു. ആദ്യം നമ്മൾ അതിൻ്റെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറി രാജനുമായിരുന്നു. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പിന്നെ ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ പ്രവർത്തനം ഇങ്ങനെ തുടങ്ങി. അതിനുശേഷം വിചാരിച്ചത് വായനശാല വേണം. അപ്പോൾ EMSൻ്റെ പേരിൽ ഒരു വായനശാല കമ്മിറ്റി രൂപീകരിച്ച് EMS സ്മാരക വായനശാല എൻ്റെ ഗ്രന്ഥാലയം വന്നു. ഇതിനെ ഈ ക്ലബ്ബുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അത് പിന്നെ ഒന്നിച്ചിലെ പ്രവർത്തനമായി. അങ്ങനെ EMS സ്മാരക വായനശാലയും ക്ലബ്ബും കൂടെ ഒന്നാക്കി പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ ഈ സ്ഥലവും വായനശാലയിലാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. പിന്നെ അത് ഇന്നത്തെ വായനശാല കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിച്ചു.